പുറത്തേക്കും പോകും. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും സ്കൂളിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടായിരുന്നു കേട്ടോ. നൂൽപുട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ആ മാവ് ശരിയായി കിട്ടിയാൽ ഏറ്റവും സുഖമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പല ആളുകളും പറഞ്ഞു കേൾക്കുക ഭയങ്കര റിസ്ക് ആണ് ഇതിങ്ങനെ പീച്ചുമ്പോൾ തന്നെയല്ല പറയാം, ആയിക്കോട്ടെ, അങ്ങനെ പീക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് ഇത് പറഞ്ഞേക്കാം. പക്ഷെ എനിക്ക് അത്ര റിസ്ക് ഒന്നും തോന്നലില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഞാനത് പീച്ചു കേട്ടോ. അതിന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ അത് ഭയങ്കര സിമ്പിളാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലോബിക്ക അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ലോബിക്ക എന്താ പറയുക, ഉപ്പ് പിടിച്ചിട്ട് വേണം സ്കൂൾക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചാൽ. അപ്പോൾ കഴിയുമെന്നറിയില്ല, സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്താണ് അതിൽ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്ത് തന്നെ വെച്ചതെന്ന് വെച്ചാൽ കാരണം അത് ഗ്ലാസ് ആണ്. അപ്പോൾ ഇവര് ലോബിക്ക് എടുക്കാനൊക്കെ വേണ്ടി നീക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ പൊട്ടുന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർക്ക് എടുക്കാൻ പാകത്തിന് വെച്ചതാണ് കേട്ടോ. അങ്ങനെ നൂൽപുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടോ. പിന്നെ പറയണ്ടല്ലോ, പിന്നെയാണെങ്കിൽ ഇവിടെ എന്താണ് ഇൻഡക്ഷൻ കുക്കറും ഇല്ല. അത് ഞാൻ തറവാട്ടിൽ നിന്ന് പോയി ഇമ്മാൻ്റെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ എന്താ പറയാ ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ എന്താ പറയാ ചോറ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ രാവിലത്തെ. അതൊക്കെ പിന്നെ കരണ്ടടുപ്പുമ്മൽ വേണിട്ടോ വെക്കാന്. പിന്നെ എനിക്ക് എന്താ രാഗി ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്, അതും ഉണ്ടാക്കിയില്ല. പിന്നെ അതിനൊന്നും നേരണ്ട. പിന്നെ അതൊക്കെയാണ് സ്കിപ്പ് ചെയ്ത് ഞാൻ അരി ഭക്ഷണം തന്നെയാണ് കഴിച്ചു കേട്ടോ. പിന്നെ ക്ലീനിങ് വീഡിയോസോ മക്കള് പോയ വീഡിയോസോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ വേഗം എന്താണ് അതൊക്കെ വേഗം വേഗം ചെയ്തുകൊണ്ട് ഞാൻ എന്താ പറയുക സ്കൂളിലേക്ക് പോയിട്ടോ. അപ്പൊ സ്കൂളത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇനിയുള്ളത്. എലിനെ പിടിക്കേ? ഈ എന്താ പൂച്ച എന്നെ പിടിക്കാന്? അതിലുണ്ടായിരുന്നോ? ആ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളതൊക്കെ എങ്ങനെയാണ് സംഭവം? ആ പുറത്തേക്കും പോവും. ആഹാ, അന്റെ എന്താ പ്രശ്നം? ഈ എന്താണ്? ആ ഡോഗോ? ഈ പേടിച്ചില്ലേ എന്നിട്ടോ? ഈ ഓട്? ആ, അകത്തേക്ക് ഓടിയോ? മെച്ചിൻ്റെ അടുത്തേക്ക് ഓട്. ആ പറ. അങ്ങനെ ആ ആ ആ ആ ഇമ്മച്ചിനെ ആട് നോക്കാ പറഞ്ഞോ? അല്ല, ഇമ്മച്ചി ആടിനെ നോക്കാന്നാ പറഞ്ഞേ. ഇമ്മച്ചിനെ ആട് നോക്കാന്നാ പറഞ്ഞേ. പറയ്. നാണം 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 ഒക്കെ നാണായി. പറയ്, ആര് നോക്കാന്നാ പറഞ്ഞേ? ആ പോയോ? അയ്യോടാ, കഷ്ടായി പോയല്ലോ. രാത്രി അവിടെ കൂട്ടിൽ കയറ്റാതെ അവിടെ വെച്ച് കേട്ടോ. അപ്പല്ലേ അങ്ങനെ പൂച്ച സിറ്റോട്ടേക്ക് കയറിയാണ്ട് സോഫമൊക്കെ ഇന്നാണ്ടില്ല. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ടല്ലേ ഒരു ഡോഗ് എന്നാണ്ടില്ല അതിനെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയോ? ഏത് ഡോഗാണ്? എങ്ങനെ അടിച്ചു വലിച്ച് തിന്നുണ്ടാവും പറയാം അല്ലേ? പിന്നെ കിട്ടിയിട്ടില്ല ഇല്ലേ? ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ മക്കൾക്ക് ഒരുപാട് ഓർമ്മകൾ വന്നത് അല്ലേ? സംഭവം എന്താന്ന് വെച്ചാല് നമ്മള് അനിമൽ ഗിവേഴ്സ് എന്നുള്ളൊരു ചാപ്റ്റർ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതില് ഡോഗ് ഗാർഡ് അവർ ഹോം എന്നാണ് കേട്ടോ. അപ്പൊ അതായത് ഡോഗ് കാവല് നിൽക്കും എന്നാണ് പറയണത്. അപ്പൊ ഇവർക്കുള്ള അനുഭവം എന്താന്ന് വെച്ചാൽ ഡോഗിന്റെ പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കേട്ടോ. പിന്നെ അതിന്റെ ഇടയിൽ കാറ്റിൻ്റെതുണ്ട്, ഗോട്ടിൻ്റെതുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാൻ കേട്ടോ. അവർക്ക് ഈ കാവല് നിൽക്കുന്ന ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല തോന്നുന്നുണ്ട്. യസിൻ ഫാത്തിമ അതായാലും 2 മാസത്തിന് ഗൾഫിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ലോങ് ലീവ് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് സങ്കടമായപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ മക്കൾ പോകാറുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണല്ലോ. ഏതായാലും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്. 2 മാസം കഴിഞ്ഞാൽ വരുമല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് പറഞ്ഞയക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഞാനിവിടെ കുട്ടികൾക്ക് എന്താ പറയുക ചിലപ്പോഴൊക്കെ നല്ല പാട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് സ്ട്രെസ് ഇല്ലാതെ അങ്ങനെ എഴുതാനൊക്കെ ഉള്ളൊരു മൂഡ് വരാൻ വേണ്ടിയിട്ട് കൂടെ കുറച്ച് നേരം ഇട്ട് കൊടുക്കും. പിന്നെ അവർ സ്വയം അങ്ങനാണ്ട് എഴുതും കേട്ടോ. പിന്നെ ചിലപ്പോൾ നമ്മൾ എഴുതുന്ന സബ്ജക്റ്റിനോട് അനുബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ.
അപ്പോൾ അവർക്കതങ്ങനെ കേട്ടിട്ട് അങ്ങനെ എഴുതും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാറ് കേട്ടോ. പിന്നെ എന്താ മക്കളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ അവർ പഠിക്കുകയും ചെയ്യും. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ക്ലാസ്സിലിരിക്കാൻ. ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കളിയും വേണം, അതേ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിപ്പിക്കാനും കഴിയണം, പഠിക്കും വേണം കേട്ടോ മക്കള്. അപ്പൊ അത് എന്താ കളിയിലൂടെ ആവുമ്പോൾ നമുക്ക് അവരറിയാതെ തന്നെ, ഞാൻ എപ്പോഴും പറയണതാണ്, കളിയിലൂടെ ആവുമ്പോൾ അവർക്കത് അറിയാതെ തന്നെ അവരത് പഠിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ കേട്ടോ പുറത്ത്. ഈ വെള്ളം കൂടുതലുള്ള മഴ എന്ന് പറയില്ല, അത്രക്ക് ഭയങ്കര. കുറച്ച് സമയം പെയ്തിട്ടുള്ളൂ, പക്ഷെ അത് ഭയങ്കരമായിരുന്നു കേട്ടോ. സ്കൂൾ വിട്ടൊരു ടൈമും കൂടെ ആയിരുന്നു കേട്ടോ അത്. പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ മക്കളെ ഡ്യൂട്ടിക്ക് വേറെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഡ്യൂട്ടിക്ക് ഉള്ളവർ അവിടെ ഉണ്ടാവും, പിന്നെ ഡ്യൂട്ടിക്ക് ഇല്ലാത്തവർക്ക് പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ. നമുക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മൺഡേ ആണ് ഡ്യൂട്ടി ഉള്ളത്, ഇന്ന് അവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുട്ടിയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ.